Assistant Professor, Mentor and Career Counselor of SSM Polytechnic College, Tirur, Mr. Fahad KV, to please come forward and address us all. പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, പ്രിയങ്കരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ, നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അതേപോലെ ചില ആശങ്കയിലാണ്. ഒരു കുട്ടിയുടെ ജനനം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് എല്ലാവർക്കും ചില പ്രതീക്ഷകൾ ഉണ്ടാകും, അതേപോലെ ചില ആശങ്കകൾ. ഇങ്ങനെ ഒരു കൗൺസിലിന് എന്തെല്ലാം സാധ്യതകളുണ്ട് എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടത്തുമ്പോഴും എൻ്റെ മനസ്സിലുള്ള ചില ആശയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ശ്രീധരൻ സാർ അടക്കമുള്ള പലരും സംസാരിച്ചതുപോലെ സ്കിൽ ഡെഫിഷ്യൻസി നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. ബിടെക് വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരാളെന്നുള്ള നിലക്ക്, ബിടെക് ആണെങ്കിലും പോളിടെക്നിക് വിദ്യാഭ്യാസമാണെങ്കിലും കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല സ്കില്ല് കൊടുക്കാൻ കഴിയുന്ന ഏജൻസികൾ ഒരുപക്ഷെ പുറത്ത് കുറവാണ്. നമ്മൾ ഗ്രാജുവേറ്റ് അട്രിബ്യൂട്ട്സ് എന്നൊക്കെ പറഞ്ഞ് ബിടെക് കഴിയുന്ന കുട്ടിക്കുണ്ടായിരിക്കേണ്ട 12 സ്കില്ലുകൾ പറയുന്നിടത്ത് 12ാമതായിട്ട് പറയുന്ന ഒരു സാധനമുണ്ട്, കണ്ടിന്യൂസ് ലേണിംഗ്. തുടർ വിദ്യാഭ്യാസത്തിലേക്ക്, ലൈഫ് ലോങ് ലേണിങ്ങിലേക്ക് ഒരു കുട്ടിയെ കൈപിടിച്ച് നടത്തുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത്തരത്തിൽ ഒരു ലൈഫ് ലോങ് ലേണിങ്ങിന് പറ്റുന്ന രീതിയിലേക്ക് ഈ സംഘടനയ്ക്ക് മാറാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് പുസ്തകത്തിലൂടെ മാത്രം പോയതുകൊണ്ടല്ല, മറിച്ച് ഇതിൻ്റെ പിന്നിലുള്ളവർ മുഴുവൻ ആളുകളും വർഷങ്ങളായി എക്സ്പീരിയൻസ് ഉള്ള, പരിചയസമ്പന്നരായിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിൽക്കുന്നവരാണ്. അവരെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പെരിന്തൽമണ്ണയിലെ വിദ്യാലയം എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എംടെക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടി വരികയാണ്. ഒരുപക്ഷെ അതിൽ 25 വയസ്സ് മുതൽ 62 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾ എംടെക് പഠിക്കാനുള്ള ഒരു താല്പര്യത്തോടു കൂടി ഒരു സ്ഥാപനത്തിൽ വന്നപ്പോഴാണ് ഇവരെ വലിയ കൗതുകത്തോടു കൂടി ഞങ്ങൾ ആദ്യമായിട്ട് നോക്കി കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ അന്ന് തന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള സലീം സാറിനോട് ചോദിച്ചു, ഈ 60 വയസ്സൊക്കെ ആയതിനു ശേഷം എന്തിനാണ് ആളുകൾ എംടെക് എടുക്കുന്നത്? പക്ഷെ എന്നെ പോലും അത്ഭുതപ്പെടുത്തി. എംടെക് വിദ്യാഭ്യാസം കൃത്യമായി പൂർത്തിയാക്കിയ ശേഷം ഒരു ദിവസം ഞാനൊരു യാത്രക്കിടയിൽ അഷ്റഫ് സാറെ കോയമ്പത്തൂരിൽ വെച്ച് കാണാം. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് കോയമ്പത്തൂർ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ PhDക്ക് പോകാം. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ മാത്രമാണോ? അല്ല, എൻ്റെ കൂടെ 15 പേരുണ്ട്. ഞങ്ങൾ ഇതേ റേഞ്ച് തന്നെയാണ്, 16 മുതൽ 62 വരെ. അങ്ങനെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ലൈഫ് ലോങ് വിദ്യാഭ്യാസത്തെ പ്രാവർത്തികമാക്കുക എന്നുള്ളത് ഈ സംഘടനയുടെ വലിയ ലക്ഷ്യമായി ഞാൻ കാണുന്നു. ഈ സെൻറ്റർ ഓഫ് ക്രിയേറ്റീവ് ലീഡർഷിപ്പ്, USA സെൻറ്റർ ഓഫ് ക്രിയേറ്റീവ് ലീഡർഷിപ്പ് പറയുന്നത് ഒരാളുടെ വളർച്ച എന്ന് പറയുന്നത് 70% അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും 20% അദ്ദേഹം നടത്തുന്ന നെറ്റ്വർക്കിങ്ങും മെൻറ്ററിങ്ങും, ബാക്കി വരുന്ന 10% എന്ന് പറയുന്നത് അദ്ദേഹം വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നടത്താൻ പോകുന്ന തുടർ വിദ്യാഭ്യാസവുമാണ്. അപ്പോൾ പല കാര്യങ്ങളും നമ്മളൊക്കെ മാറ്റിവെക്കുന്നിടത്ത് ഇതിൻ്റെ പിന്നിലുള്ളവർ പിന്നെയാവുമെന്ന് പറഞ്ഞ് നമ്മളൊക്കെ മാറ്റിവെക്കുന്നത് ഇന്ന് തന്നെ നടത്താമെന്ന് വിചാരിച്ച് തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ ഇൻ്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയറിംഗ് കൗൺസിലിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവരുടെ ഈ ഊർജ്ജസ്വലത, മാറ്റിവെക്കാതെയുള്ള ഊർജ്ജസ്വലത കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം വലിയ മാറ്റങ്ങളുണ്ടാകും. മലയാളത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയുണ്ട്. നമ്മളൊക്കെ പലരും ഈ പ്രോക്രാസ്റ്റിനേഷൻ്റെ ആൾക്കാരാണ്. അതിൽ പറയാറുണ്ട്, വിഷം തിന്നും അടുത്തു, കൃഷി ചെയ്യണം പിന്നെയാവാം, കൊഴുപ്പേറി ചീർത്തു പുലർച്ചെക്കണീറ്റ് നടക്കണം പിന്നെയാകാം, അകത്തിരുന്നും അടുത്തു അയൽക്കാരോട് കൂട്ടുകൂടണം പിന്നെയാകാം, മനസ്സ് നന്നാക്കണം ക്ഷമിക്കാൻ പഠിക്കണം പിന്നെയാകാം, ഒടുവിൽ നാട്ടുകാർ പറഞ്ഞു പിന്നെയാക്കാൻ പറ്റില്ല, വെച്ചിരുന്നാൽ നാറുമെന്ന്. ആ രീതിയിൽ തങ്ങളുടെ ചിന്തകളെ, തങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള കഴിവുകളെ വെച്ചിരിക്കാതെ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാൻ നിങ്ങൾ ഈ കാണിക്കുന്ന ഈ ആത്മാർത്ഥതയോടൊപ്പം നിങ്ങളുടെ വൈജ്ഞാനികതയോടും വൈദഗ്ധ്യത്തോടുമുള്ള കൗതുകത്തോടൊപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. ഈ സംഘടനയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.